കമോൺ ഗൈസ്, ഇനി നമുക്കൊരു റോസ് പൂ ഉണ്ടാക്കിയെടുക്കാം. പൊതുവേ എപ്പോഴും ഞാൻ ഈ മിനി സാധനങ്ങളാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഒരു പുതി നമുക്കൊന്ന് വലിയ റോസ് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് കളർ പേപ്പർ എടുത്തുക്കണ്. നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുക, അതിൽ കാണുന്ന പോലെ ജസ്റ്റ് കളർ പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കുക. നീളം നമ്മൾ 5 സെൻറ്റിമീറ്ററും വീതി നമ്മൾ 11 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് കട്ട് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 6 അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ടോട്ടൽ 6 പെറ്റൽസ് പോലെ അങ്ങനെ ആക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ 6 കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതെങ്ങനെ മടക്കണമെന്ന് ശ്രദ്ധിച്ച് വീഡിയോയിൽ നോക്കിയാണ്ട് ചെയ്താൽ മതി. വൃത്തിക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ 6 നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. പിന്നെ നീളം എന്ത് ചെയ്യുക, ഒരു 4 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ വീതി ഒരു 9 സെൻറ്റിമീറ്റർ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് നേരത്തെ മടക്കി കൊടുത്തില്ല, അതേപോലെ തന്നെ ഇതൊന്നും ചെയ്യുക, മടക്കിയെടുക്കുക. നമുക്ക് ഇങ്ങനത്തെ ഒരു 3 നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3 എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ തന്നെ കാണുന്ന പോലെ അങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി സെറ്റാക്കി എടുക്കുക. അങ്ങനെ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ 2 റോസ് എന്നിട്ട് അതേപോലെ തന്നെ ഒരു ഗ്രീൻ അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനത്തെ 3 സെറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റും. 3 ഉണ്ടാവും. അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എല്ലോടെ ഒരുമിച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് റബ്ബർ ബാൻഡ് കൊണ്ട് നല്ല ടൈറ്റിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക. ജസ്റ്റ് ഓവർ വലിക്കരുത്, പേപ്പറാണ്, അത് ചുളുങ്ങിപ്പോവും. അപ്പോൾ നല്ല ഇതിൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്താക്കിയാൽ ജസ്റ്റ് കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരുമിച്ച് ഇങ്ങനെ വിടർത്തി ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിൽ നിന്ന് ഇങ്ങനെ അതിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓരോ പെറ്റൽസ് ആക്കി ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ കൊടുക്കുക. ആ പൊന്തിച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, മെല്ലെ പൊന്തിക്കാൻ നോക്കണേ, അല്ലെങ്കിൽ അത് പേപ്പറല്ലേ ഞാൻ കീറിപ്പോവും. എൻ്റെയൊക്കെ ഒന്ന് കീറി പോയിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഗ്രീൻ കളർ എല്ലാം ചെയ്തെടുക്കുക. ഈ ഗ്രീൻ കളറിൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അല്ലാതെ പേപ്പർ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് ഫുൾ എന്താണ് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം എന്ത് ചെയ്യുക, പിന്നെ നമുക്കൊരു കേവ് പോലെ ഒരു ഇത് ആക്കണമല്ലോ. അതൊക്കെയാണല്ലോ പൂ രസം ഉണ്ടാവുള്ളൂ കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോല് പോലത്തെ എടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ പെന്നിൻ്റെ ട്യൂബ് എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ സെറ്റ് ചെയ്യാൻ കിട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റെം ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക, 15 സെൻറ്റിമീറ്റർ നീളം വീതിയും 15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ തന്നെ ഇതിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിൽ വെച്ചിട്ട് ഗം ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അത് നല്ല സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ അത് നല്ലപോലെ ഇങ്ങനെ കുറച്ച് നേരം പിടിച്ച് തന്നാൽ മതി. അപ്പോൾ നല്ല വൃത്തിയിൽ സ്റ്റിക്ക് ആയിക്കോളും. പിന്നെ നമ്മൾ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ റോസ് ഇവിടെ റെഡി. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായാൽ കൂടെ കൂട്ടാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.